നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ നമ്മൾ മന്ത്ലി എക്സ്പയറിയിലേക്ക് കടക്കുകയാണ്. ഇലക്ഷൻ്റെ റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള ഒരു മന്ത്ലി എക്സ്പയറി. കൂടാതെ തന്നെ വലിയ ഒരു റാലി 23,000 എന്ന് പറയുന്ന റേഞ്ച് ടച്ച് ചെയ്ത ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയാണ് ഇത്. ഈ ഒരാഴ്ചയിൽ പ്രധാനമായിട്ടും ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. അതുപോലെ തന്നെ അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസ് സെൻസെക്സിൽ ആഡായി, വിപ്രോ സെൻസെക്സിൽ നിന്ന് ഔട്ടായി, അങ്ങനെ തുടങ്ങിയ പ്രത്യേകതകളുള്ള ഒരു ആഴ്ചയാണ്. കൂടാതെ തന്നെ IRCTC ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ഒരു ആഴ്ച കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 23,000 ടച്ച് ചെയ്തു എന്ന് മാത്രമല്ല, ഈ NSEയിലുള്ള ടോപ്പായിട്ടുള്ള 10 കമ്പനികൾ മാത്രം ഈ ഒരു ഇൻഡെക്സിലേക്ക് 1.8 lakh crores കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം HDFCയും റിലയൻസുമാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് കൂട്ടിയ ഒരു കമ്പനീസ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു പോയിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വലിയ ഒരു മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെയാണ് എല്ലാ പ്രധാന ഇൻഡെക്സുകളുടെയും ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇനി മാർക്കറ്റ് ഫോൾ ആകാൻ കൂട്ടാക്കാത്ത രീതിയിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. എന്നാൽ മുകളിലേക്ക് അതിശക്തമായിട്ട് കഴിഞ്ഞ ആഴ്ചയിലുള്ള ആ ഒരു സ്പീഡ് കിട്ടാനുള്ള സാധ്യതകൾ കുറവായിട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ 2% ഇൻഡെക്സ് റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ LIC, NMDC, IRCTC തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഈ ഒരു ആഴ്ചയിൽ ഉള്ളത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് ഇന്ന് മാർക്കറ്റിൽ ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളിൽ വാർത്തകളിലേക്ക് വരാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 558% ഇയർ ഓൺ ഇയർ റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഏകദേശം ഒരു 7 മടങ്ങോളം നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. 39 കോടി രൂപയിൽ നിന്ന് 258 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്താനായിട്ട് സാധിച്ചു. ഡിവിഡൻഡ് $2.25 കമ്പനി പ്രഖ്യാപിച്ചു. അപ്പോൾ കഴിഞ്ഞ സമയങ്ങളിലാണ് ഈ ഒരു കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഈ US-ലെ ഏറ്റവും വലിയ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന രാജ്യത്തിലെ അവിടുത്തെ ആർമി ഷിപ്പിൻ്റെ എല്ലാം തന്നെ വർക്ക് കിട്ടിയിരിക്കുന്നത് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിനാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ രാജ്യാന്തര തലത്തിൽ വലിയ രീതിയിൽ പ്രശസ്തി ആർജിച്ചു ആ ഒരു ന്യൂസ്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഓർഡറുകൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. Forging കമ്പനി May 29 അവർ ബോണസ് ഇഷ്യൂ, കൂടാതെ തന്നെ ഡിവിഡൻഡ് ഇഷ്യൂ, കൂടാതെ ഇവരുടെ ക്വാർട്ടർ ഏർണിങ്സ് എല്ലാം തന്നെ പ്രഖ്യാപിക്കും. ആഫിൽ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 40% ഉയർച്ച രേഖപ്പെടുത്തി. 87 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തു. സുന്ദരം ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 60% ഉയർന്നു. 506 കോടി രൂപ കരസ്ഥമാക്കി. ലോണിൻ്റെ എല്ലാം തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഇവർ 18% ഒരു വളർച്ച രേഖപ്പെടുത്തി. ഗ്ലെൻമാർക്ക് ഫാർമ ഇവർ ലോസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 428 കോടി രൂപ കഴിഞ്ഞ വർഷം ലോസ് ഉണ്ടാക്കിയ കമ്പനി ഈ തവണ ലോസ് 1218 കോടി രൂപയിലേക്ക് ലോസ് വൈഡൻ ആയിട്ടുണ്ട്. ടോറൻറ്റ് ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 57% ഉയർന്ന് 449 കോടി രൂപ കരസ്ഥമാക്കി. ഡിവിഡൻഡ് 6 രൂപ പ്രഖ്യാപിച്ചു. കർണാടക ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 22% കുറഞ്ഞു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3% കുറഞ്ഞു. ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ഇവരുടെ ആദ്യമായിട്ട് കമ്പനി 22% നെറ്റ് പ്രോഫിറ്റിൽ വളർച്ച കൈവരിച്ചു. കൂടാതെ തന്നെ കമ്പനി 2 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണപ്പുറം ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 36% ഉയർന്നു. കമ്പനി 1 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറോബിൻഡോ ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 80% ഉയർന്ന് 909 കോടി രൂപ കരസ്ഥമാക്കി. ഹിന്ദുസ്ഥാൻ കോപ്പർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്ന് 124 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. 132 കോടി രൂപയിൽ നിന്ന് ഇവരുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. NTPC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 33% ഉയർന്ന് 6490 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു 3 രൂപ 25 ബോഷ് കമ്പനി ഇവർ 399 കോടി രൂപയിൽ നിന്ന് 565 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് കമ്പനി 106 കോടി രൂപയിൽ നിന്ന് 241 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. ആൻ്റണി വേസ്റ്റ് കമ്പനി 9 കോടി രൂപയിൽ നിന്ന് 27 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. RVNL കമ്പനിക്ക് മഹാരാഷ്ട്ര റെയിൽവേ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി, 187 കോടി രൂപയുടെ ഓർഡർ. സൺ TV നെറ്റ്വർക്ക് നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്നു. റവന്യൂ 14% ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസ്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ
ടെലിഗ്രാം ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകളും മറ്റുള്ള ഡിവിഡൻറ്റും മറ്റുള്ള ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള bismate.com-ലുണ്ട്. അതിൻ്റെ ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ് നമ്മുടെ ഈ മേൽ പറഞ്ഞ ഡീറ്റെയിൽസ്. ഇനി മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി എടുക്കാം. ബാങ്ക് നിഫ്റ്റി 49,000 സ്പോട്ട് കാണാം. ആ ഒരു ഡോട്ടഡ് ലൈൻ സെൻറ്ററിൽ കാണാം. 49,000 കോളും പുട്ടും ഓൾമോസ്റ്റ് ഈക്വലായിട്ട്. കോളാണ് കുറച്ചധികം എങ്കിൽ കൂടിയും പുട്ടും ഉണ്ട് ആ ഒരു ഒറ്റ സ്ട്രൈക്കിൽ. അത് സ്ട്രാഡിൽ ചെയ്ത ആളുകളുടെ എണ്ണത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യും എന്നൊക്കെയാണ് ബാങ്ക് നിഫ്റ്റി ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ കരുതുന്നത്. 48,500 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. 49,500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. അതും കറൻറ്റ് സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു 500 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ചിലാണ് ഉള്ളത്. അതും അടുത്തൊരു സ്റ്റാർട്ടിൽ തന്നെയാണ്. 50,000 കാണാം. അതുപോലെ തന്നെ 48,000 കാണാം. അതും വേറൊരു സ്റ്റാർട്ടിൽ തന്നെയാണ്, മീൻസ് സ്ട്രാങ്കിളാണ്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉള്ളത്. ഫിൻ നിഫ്റ്റിയുടെ കാര്യം എടുക്കാം. ഫിൻ നിഫ്റ്റി നാളെയാണ് എക്സ്പയറി. 21,850 സ്പോട്ട്. 21,850ൻ്റെ 21,900, 21,800, അതായത് ഏകദേശം ഒരു 100 പോയിൻറ്റ് അപ്പുറം ഇപ്പുറയാണ് ആളുകൾ ഏറ്റവും അടുത്തായിട്ട് കയറിയിരിക്കുന്നത് ഉയർന്ന പ്രീമിയത്തിൽ. ഇനി 22,000, 21,000 ഒക്കെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടും 21,600, 500, 21,400 സപ്പോർട്ടായിട്ടും ഒക്കെ ആളുകൾ വീണ്ടും കയറിയിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ നോക്കുന്നത് സെൻസിബിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. സെൻസിബിൾ എല്ലാം തന്നെ സെറോദ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആണ്. സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾ പ്രധാനമായിട്ടും ഈ 2 ബ്രോക്കറെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്പോൾ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഫ്രീ ആണ് അപ്സ്റ്റോക്കിൽ. ഫാർ OTM എല്ലാം തന്നെ നിങ്ങൾക്ക് ഹെഡ്ജ് ചെയ്യണമെങ്കിൽ അപ്സ്റ്റോക്ക് ബെറ്ററാണ്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം. താഴെ ജസ്റ്റ് ഒന്ന് നോക്കാം. നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതായത് US മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകാം. 68,000 ബിറ്റ്കോയിൻ വീണ്ടും ഇടിഞ്ഞു. ഗോൾഡ് $2,335 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ 82.21 പെർ ബാരൽ. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ കൺസോൾഡേറ്റ് എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ വലിയൊരു റാലിക്ക് ശേഷമാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കഴിഞ്ഞ ഒരു 21,800 നിന്നൊക്കെ 1,200 പോയിൻ്റൊക്കെ നിഫ്റ്റി റാലി രേഖപ്പെടുത്തി ഉള്ളൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ റിസൾട്ടിന് മുന്നോടിയായിട്ട് മാർക്കറ്റ് ഇനിയും ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ നമുക്ക് കാണിച്ചു തരുന്നത് മാർക്കറ്റ് കൺസോൾഡേറ്റ് ആകുമെന്നുള്ളതാണ്. ഇനി അത് തന്നെ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു നിർബന്ധമില്ല. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പൊതുവേ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു വ്യൂ മാർക്കറ്റ് ന്യൂസിൽ ഞാൻ ഉൾപ്പെടുത്താറില്ല. ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എന്താണോ ഉള്ളത് എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഇൻഡിവിജ്വൽ വ്യൂ തെറ്റാകാം. അതുകൊണ്ട് തന്നെ ഞാനത് ഉൾപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കാറില്ല. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.